എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃപയുടെ സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ലോകരാജ്യങ്ങളിലും ദേശങ്ങളിലും തിരുസഭയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ, അഭിഷേകത്തിൻ്റെ അലയടികൾ നമുക്കിന്ന് ലോകത്തിൻ്റെ അനേകം രാജ്യങ്ങളിൽ കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒഹായോ ആ സ്റ്റേറ്റിൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്, യുവജനങ്ങളാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് അവർ ആത്മാവിൽ നിറഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ യേശു ക്രിസ്തുവിനായി സമർപ്പിച്ചത്. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അതിശക്തമായ രീതിയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉണർവിൻ്റെ നാളുകളാണ്. ശക്തമായ ഒരു റിവൈവൽ ലോകം മുഴുവൻ്റെ മേലും ആഞ്ഞടിക്കാൻ പോവുകയാണ്. സഹോദരങ്ങൾ, അതിൻ്റെ അലയടികൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുവോ, ആത്മാവ് തൻ്റെ സഭയ്ക്ക് എപ്പോഴെല്ലാം ശക്തമായൊരു റിവൈവൽ ഉണർവ് നൽകിയിട്ടുണ്ടോ അപ്പോഴെല്ലാം സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവജനത്തിനുണ്ടായ പരിവർത്തനമാണ്, അനുതാപവും മാനസാന്തരവുമാണ്. ഉണർവിൻ്റെ ഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ദൈവജനത്തിനുണ്ടാകുന്ന മാനസാന്തരമാണ്, അനുതാപമാണ്. അനേകർ മാനസാന്തര കൃപയിലോട്ട് വരുന്നു. തങ്ങളുടെ പാപജീവിതം വിട്ടുപേക്ഷിച്ച് ലോകമോഹങ്ങളെ തള്ളിക്കളഞ്ഞ് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കൃപയോടെ ജീവിക്കുവാൻ പതിനായിരങ്ങൾ മുന്നോട്ട് വരുമാറ് പരിശുദ്ധാത്മാവ് ജീവിതങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. എൻ്റെ സഹോദരങ്ങളെ, നാം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അനേകം മാനസാന്തരങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിനെയും കർത്താവിൻ്റെ സുവിശേഷത്തെയും പീഡിപ്പിക്കുന്ന മതപീഡകരെ പലപ്പോഴും കർത്താവ് ഡയറക്റ്റ് അവർക്ക് വെളിപ്പെട്ടുകൊണ്ട് ഞാൻ ഏക സത്യദൈവമാണെന്ന് ബോധ്യപ്പെടുത്തി അവരെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, ആരുടെയും പ്രേരണ മൂലമല്ല, നിർബന്ധത്താലല്ല, കർത്താവ് നേരിട്ട് ചില ജീവിതങ്ങളിൽ ഇടപെട്ട് മാനസാന്തര കൃപ നൽകുന്ന പല സംഭവങ്ങളും നമ്മൾ ഈ നാളുകളിൽ അറിയുകയാണ്. പല വ്യക്തിത്വങ്ങളെയും ഇതുപോലെ അവർ ശക്തരായ പീഡകരായിരുന്നു. ചിലരെ കഠിനമായ വിധത്തിൽ സാത്താൻ ആരാധകരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അവരിലേക്ക് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിന്റെ തീ അപ്രകാരമുള്ള ജീവിതങ്ങളെ ഉണർത്തി നവീകരിച്ചു. സാത്താനുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിട്ടുപേക്ഷിച്ച് ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട ജീവിതങ്ങളായി തങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുവിന് സമർപ്പിച്ച പലരുടെയും വിശ്വാസ സാക്ഷ്യങ്ങൾ നമ്മൾ ഈ അടുത്ത നാളുകളിൽ നമ്മൾ കേൾക്കുകയാണ്. എത്ര അത്ഭുതകരമായ വിധത്തിൽ പരിശുദ്ധാത്മാവ് ജനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവുമാണ്. പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് ഉണർവ് തരുമ്പോൾ ആ ഉണർവിന്റെ അലയടികൾ ജീവിതങ്ങളിൽ, ദേശങ്ങളിൽ ആഞ്ഞടിക്കുമ്പോൾ പതിനായിരങ്ങൾ മാനസാന്തരപ്പെടുകയാണ്, അനുതാപത്തിലേക്ക് വരികയാണ്. സക്രിയ പ്രവചനം 12-ാം അധ്യായം 10-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അന്ന് ദാവീദ് ഭവനത്തിന്റെയും യെരൂശലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും, ആത്മാവിനെ പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് ശക്തമായ ഉണർവ് ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സഭയിൽ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏകജാതനെ പ്രതി എന്ന പോലെ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ച ക്രിസ്തുവിനെ നോക്കി അനേകർ വിലപിക്കുകയാണ്.
രക്ഷാകരമായ ദുഃഖം, അതാണ് അനുതാപം. അനേകർ യഥാർത്ഥമായി മാനസാന്തരത്തിലേക്ക് വരുന്ന ഇപ്രകാരം മാനസാന്തരപ്പെട്ട അനേകം ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ തൊടുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നു. പിന്നെ പഴയ പാപജീവിതത്തിലേക്ക് അവർ പോകുന്നില്ല. അവർ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി, ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ദൈവവചനത്തിന് മാത്രമേ സാധിക്കൂ. ഏകജാതനെ പ്രതിയെന്ന പോലെ അവർ ദുഃഖത്തോടെ കരയും. തങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടാകും. ആഴമേറിയ ബോധ്യം, ഹൃദയ നുറുക്കം, വലിയ മാനസാന്തരം. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു, പാപത്തെ വിട്ടുപേക്ഷിക്കുന്നു. അശുദ്ധമായ ബന്ധങ്ങള്, അവിശ്വസ്തത, അവിഹിത വേക്ഷകള്, ജഡീക പ്രവർത്തികള്, പാപം, മ്ലേച്ഛതയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് അവർ പുറത്തു വരുന്നു. തങ്ങളുടെ ജീവിതത്തെ അവർ കർത്താവിനായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ! എത്ര അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് സഹോദരങ്ങളെ. ഈ ഉണർവിന്റെ കാറ്റ് വീണ്ടും ഈ ജൂബിലി വർഷത്തിൽ കേരള സഭയിൽ ആഞ്ഞു വീശുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനം വിശ്വസിച്ച് ആമേൻ പറയട്ടെ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഈ ഉണർവിന്റെ കാറ്റ് നമ്മുടെ കുടുംബങ്ങളിൽ വീശുവാൻ ആഗ്രഹിക്കുന്നവരെ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയട്ടെ. നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ ദേശങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും ഈ ഉണർവിന്റെ കാറ്റ് വീശുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇരു കരമുയർത്തി വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഉണർവിന്റെ നായകനെ, ഉണർവിന്റെ ആത്മാവേ, ജനകോടികളെ റിവൈവ് ചെയ്യണമേ, ജനകോടികളെ നവീകരിക്കണമേ, തിരുസഭയെ എംപവർ ചെയ്യണമേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുന്നു, അങ്ങനെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങള് സഭയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ആവശ്യങ്ങളെ കുറിച്ചുള്ള ഏത് നിയോഗമാകട്ടെ, നിങ്ങൾ യൂട്യൂബിൽ അത് കമന്റ് ചെയ്യുക. നമ്മൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സഭയോട് നമ്മുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, അതൊത്തിരി ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ സമർപ്പണം അറിയിക്കണം, സ്നേഹം അറിയിക്കണം, സഭയോടുള്ള നമ്മുടെ കരുതൽ അറിയിക്കണം. അത് കർത്താവിന് ഒത്തിരിയേറെ ആനന്ദിപ്പിക്കും സഹോദരങ്ങളെ. സാമുവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാം വചനത്തിൽ വചനം പറയുന്നു, സാവൂൾ സാമുവേലിന്റെ അടുക്കിൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സഹോദരങ്ങളെ, ആത്മാവിന്റെ റിവൈവലിൽ ഇതാണ് സംഭവിക്കുന്നത്. ദൈവജനത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു രൂപാന്തരീകരണമാണ്. പുതിയ ഹൃദയം നൽകപ്പെടുന്നു, കഠിന ഹൃദയം മാറുന്നു. വചനത്താൽ നിർമ്മിതമായ ഒരു മാംസളമായ ഹൃദയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. ഓ, എത്ര വണ്ടർഫുള്ളായ, അത്ഭുതകരമായ ആത്മാവിന്റെ ഇടപെടൽ സഹോദരങ്ങളെ. ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. ഉണർവിന്റെ കാറ്റ് വീശുമ്പോൾ, നവീകരണത്തിന്റെ തീ പടരുമ്പോൾ അനേകായിരങ്ങൾക്ക് പുതിയ ഹൃദയം ഉണ്ടാകുന്നു. ഒരു പുതുജീവിതം ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പുതുജീവിതം 10,000 സ്വന്തമാക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് റിവൈവലിന്റെ ഫലം. ഇത് ഇനി നമുക്ക് സംഭവിക്കണ്ടേ, നമ്മുടെ സഭയിൽ സംഭവിക്കണ്ടേ, നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ ഈ ഫലം വ്യാപരിക്കണ്ടേ, നമ്മുടെ മക്കളിലും മാതാപിതാക്കളിലും സഹോദരി സഹോദരങ്ങളിലും ജീവിത പങ്കാളിയിലും നമ്മുടെ സമർപ്പിതരിലും അന്യവൈദികരിലൊക്കെ ഈ അഭിഷേകത്തിന്റെ കൃപ നിറഞ്ഞൊഴുകണം. പരിശുദ്ധാത്മ ശക്തിയോടെ തന്നെ സഭയിൽ പരിവർത്തിക്കണം. പൗലോസ്ലീഹ വീണ്ടും സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനം 5:17, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു.
ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ്. ഐ മീൻ ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ പുതു സൃഷ്ടിയുടെ അനുഭവത്തിൽ പുതിയ ഹൃദയം കൊടുക്കുകയാണ്. പുതു ഹൃദയം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കേരള കത്തോലിക്ക സഭയിൽ, കേരള ക്രൈസ്തവ സമൂഹങ്ങളിൽ ഉണർവിൻ്റെ കാറ്റ് വീശി അടിച്ചപ്പോൾ, ആ 70-ന്റെ അവസാന നാളുകളിൽ 80-കളിലും 90-കളിലൊക്കെ അതിശക്തമായ കാറ്റ് വീശി 2000 ആണ്ടിലോട്ട് കടക്കുമ്പോൾ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം കേരള സഭയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞു നാളുകളിലാണ്, ഞാൻ 8ലും 9-ലൊക്കെ പഠിക്കുന്ന സമയത്ത് പലർക്കും ആ അനുഭവങ്ങൾ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ട്. എത്ര ശക്തമായ പരിശുദ്ധാത്മ പ്രവർത്തനം നമ്മൾ അനുഭവിച്ചു സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ, ജോർജ് പനക്കലച്ചൻ, അതുപോലെ തന്നെ ജോർജ് മുണ്ടക്കലച്ചൻ, അഗസ്റ്റിൻ പള്ളിക്കുന്നച്ചൻ, ഇങ്ങനെയുള്ള അനേകം, ജെയിംസ് മഞ്ഞാക്കലച്ചൻ, കേരള സഭയിലെ ശക്തമായ പ്രവാചക ശബ്ദങ്ങളായിരുന്നു ഈ അഭിഷിക്തരൊക്കെ. അവരുടെ ശുശ്രൂഷകൾ വഴി 10,000-ങ്ങളിലേക്ക് ഉണർവിന്റെ കാറ്റ് വീശി അനേകരുടെ ജീവിതങ്ങൾ മാനസാന്തരപ്പെട്ടു. പുതിയ ഹൃദയം പരിശുദ്ധാത്മാവ് അവർക്ക് നൽകി. എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെ എത്ര ആയിരങ്ങളാണ് മാനസാന്തരപ്പെട്ടത്. കൊടും മദ്യപാനികളായിരുന്നവരെ, കഠിന പാപത്തിൽ ജീവിച്ചിരുന്നവരെ, ദൈവവിശ്വാസമില്ലാതെ ദൈവ നിഷേധികളായി നിരീശ്വരന്മാരായി ജീവിച്ച ആയിരങ്ങളിലേക്ക് ആത്മാവിന്റെ തീയിറങ്ങി മനസാന്തരപ്പെട്ടു. ഹൃദയം കഠിനമായ കൊലപാതകികള്, മനസാക്ഷി കരിഞ്ഞുപോയ മനുഷ്യര്. സഹോദരങ്ങളെ, ആലപ്പുഴയിൽ ഇറച്ചി ആൽപ്പിന്നൊക്കെ ഇന്ന് ആൽപ്പിച്ചേട്ടൻ ദൈവ കരുണയുടെ അത്ഭുതമായി പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. ആലപ്പുഴ പട്ടണത്തെ കിടുകിട വിറപ്പിച്ച ഇറച്ചി ആൽബിൻ വചനത്തിന്റെ തീയിറങ്ങിയപ്പോൾ, ആത്മാവിന്റെ കാറ്റ് വീശിയപ്പോൾ ഹൃദയം മാംസളമായി പുതു ഹൃദയം കർത്താവ് നൽകി അദ്ദേഹത്തിന്. ഇതുപോലുള്ള എത്രയെത്ര ജീവിതങ്ങൾ കേരള സഭയിൽ പരിശുദ്ധാത്മ പ്രവർത്തനം മൂലം മാനസാന്തരത്തിലോട്ട് വന്നു. സഹോദരൻ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. ദേവാലയങ്ങൾ ദൈവജനം കൊണ്ട് നിറയാൻ തുടങ്ങി. കൗദാശിക ജീവിതം ശക്തിപ്പെട്ടു. കുടുംബ പ്രാർത്ഥനകൾ ബലപ്പെട്ടു. എത്രയോ ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ഉണർവിനാൽ മുദ്ര വെച്ചു. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. കഠിന പാപികൾ മാനസാന്തരത്തിലോട്ട് വന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള സഭയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചപ്പോൾ, ഉണർവിന്റെ കാറ്റ് സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ സഭയിൽ സംഭവിച്ച മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. എത്രമാത്രം അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി. സഹോദരങ്ങൾ, റിവൈവലിൽ ഇതാ സംഭവിക്കുന്നത്. വീണ്ടും ഒരു സെക്കൻഡ് റിവൈവൽ, ഒരു രണ്ടാം ഉണർവിന്റെ കാറ്റ്. ഈ 2025 ജൂബിലി വർഷത്തിൽ കേരള സഭയിൽ നിന്ന് ഭാരത സഭയിലേക്ക്, അത് ആഗോള സഭ മുഴുവനിലേക്കും വീശുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കള് വിശ്വാസത്തോടെ ഇരു കരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ആഗ്രഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, ഉണർവിന്റെ ആത്മാവേ, കൃപ വർഷിക്കണമേ. കേരള സഭയിലേക്ക്, സഭയുടെ കുടുംബങ്ങളിലേക്ക്, അത് ഭാരത സഭയിലേക്ക്, ആഗോള സഭ മുഴുവനിലേക്കും ഉണർവിന്റെ കാറ്റടിക്കട്ടെ, ഉണർവിന്റെ തീ പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കരമടിച്ച് ഈ കൃപ സ്വീകരിച്ചുകൊണ്ട് വിശ്വസിച്ച് പാടുക. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങള് യൂട്യൂബിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം സഭയോടുള്ള സ്നേഹം നിങ്ങൾ അറിയിക്കുക. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ തീരുമാനങ്ങൾ, സമർപ്പണങ്ങൾ അറിയിക്കുക. കരമടിച്ച് ഒന്നിച്ച് പാടുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഉണർത്താത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ,
കൂട്ടമേ ദൈവിക സമയമാ ഉണർവിൻ കാലമായത് വിശ്വസിച്ച് പാടി ആരാധിച്ചേ സഭയാം തോട്ടമേ ഉണർവിൻ തോട്ടമേ ദൈവിക സമയമാ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ ഉണർവിൻ കാലമാ കരമുയർത്തി ഒറ്റ വിളി ആത്മാവേ ഹല്ലേലൂയ 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 വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ കേരള സഭയിൽ ഒരു രണ്ടാം ഉണർവ് വ്യാപരിക്കട്ടെ ഒരു സെക്കൻഡ് റിവൈവലിന്റെ കാറ്റ് സഭ മുഴുവനിൽ ആഞ്ഞു വീശട്ടെ അനേകർ ഉണർത്തണമേ രൂപാന്തരപ്പെടുത്തണമേ നവീകരിക്കണമേ ശുദ്ധീകരിക്കണമേ മാനസാന്തരം കൊടുക്കണമേ അനുതാപം കൊടുക്കണമേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഓ സ്തുതിക്കുന്നു 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 സഹോദരങ്ങളെ ഈ സമയം അനേകരിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകപ്പെടുന്നു. നിങ്ങൾ വിശ്വസിച്ച് ആത്മാവിൽ കാണുക. ശക്തമായി ആത്മാവ് ഇടപെടുന്ന സമയമാണ്. പല കുടുംബങ്ങളിലുള്ള തിന്മയുടെ ബന്ധനങ്ങള്, ശാപക്കെട്ടുകള്, പൈശാചിക ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കുന്നു, ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നു. പല കുഞ്ഞുങ്ങളെ ആത്മാവ് സ്പർശിക്കുന്നു, തലമുറകൾ അനോയിന്റ് ചെയ്യുന്നു. സ്തുതിക്കുന്നു 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 പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. കൂടുതൽ കൂടുതൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, സഭയെ സ്നേഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ നമുക്ക് വീണ്ടും വ്യാപരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മം തരുന്ന ഉണർവിൽ സംഭവിക്കുന്ന വലിയ അത്ഭുതം എന്ന് പറയുന്നത് മാനസാന്തരങ്ങളാണ്. അനേകം മാനസാന്തരങ്ങൾ. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:2 ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. സഹോദരങ്ങളെ, മനസ്സ് നവീകരിക്കപ്പെടുന്നു, ജീവിതങ്ങൾ പുതുക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിനാൽ, ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ. അനേകായിരങ്ങൾ മാനസാന്തരപ്പെടുന്നു. 1904 ഇംഗ്ലണ്ടിലെ വെയിൽസിൽ വലിയൊരു റിവൈവല് പരിശുദ്ധാത്മാവ് കൊടുത്തു. വെയിൽസ് സഭയെ ശക്തിപ്പെടുത്തുവാനും ആ ദേശത്തുള്ള 10,000 മാനസാന്തരത്തിൻ്റെ കൃപയിലേക്ക് നയിക്കുവാനും. വിശ്വാസം നഷ്ടപ്പെട്ട് ധാർമ്മികമായ അധപതനത്തിൽ എല്ലാവിധ പാപം മ്ലേച്ഛതകളും ജീവിച്ചിരുന്ന അനേകായിരങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് ഈ കൽക്കരിഗിരി തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. ചൂതാട്ടത്തിലും കള്ളുകുടിയിലും വളരെ മ്ലേച്ഛമായ ജീവിതം നയിച്ചിരുന്ന അനേകം മനുഷ്യരെ ഈ ജനത്തിൻ്റെ ഇപ്രകാരമുള്ള ജീവിതം കണ്ട് മനസ്സ് നുറങ്ങിയ ഒരു ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു ടീനേജർ കണ്ണുനീരോടെ തന്നെ ദേശത്തിൻ്റെ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിച്ചു. നീണ്ട 13 വർഷങ്ങൾ പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥന പാഴായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, സഭയ്ക്ക് വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തണം. കേരള സഭയിൽ വീണ്ടും ഒരു രണ്ടാം റിവൈവൽ ആഞ്ഞടിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ വെളിപ്പെടണം. ഇതിനുവേണ്ടി ആയിരങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരണം. ഇവ റോബർട്ട്സ് എന്ന് പറയുന്ന ആ കൗമാരക്കാരൻ തൻ്റെ 13-ാം വയസ്സിൽ അവൻ പ്രാർത്ഥന ആരംഭിച്ചു. കുറച്ച് ചെറുപ്പക്കാർ അവൻ്റെ കൂടെ ചേർന്നു. ഏകദേശം 100ഓളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തന്നെ വെയിൽസിൽ ആ റിവൈവലിന് വേണ്ടി ഈ ദേശത്തെ ഉണർത്തണമേ, നവീകരിക്കണമേ എന്ന് പറഞ്ഞ് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 13 വർഷങ്ങൾക്ക് ശേഷം സഹോദരങ്ങളെ, തിരുസഭയിൽ ശക്തമായി പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ഉണർവിൽ വലിയൊരു റിവൈവലാണ് വെയിൽസിലെ റിവൈവൽ. അനേകർ മാനസാന്തരപ്പെട്ടു. നിങ്ങൾ ആ ഉണർവിൻ്റെ ചരിത്രമെടുത്ത് പഠിച്ചു. പോലീസുകാർക്ക് അധികം ജോലിയില്ലാതായി, കോടതികളിൽ അധികം കേസുകളില്ല, ചൂതാട്ടങ്ങളിലും മദ്യശാലകളിലും വ്യഭിചാരശാലകളിലൊന്നും ആളുകൾ കാണുന്നില്ല. ജനം മാനസാന്തരപ്പെട്ടു. തെരുവീതികളിലും വഴിക്കവലകളിലും ചന്തകളിലും എല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ജനത്തെ തൊടുകയാണ്. ജനത്തെ തൊടുന്നൊരു അനുഭവം
ഇന്റർനെറ്റിൽ അതിൻ്റെ പിക്ചറുകളും ആ റിവൈവൽ ഹിസ്റ്ററിയൊക്കെ നമുക്ക് കിട്ടും സഹോദരങ്ങളെ. നിങ്ങളതെടുത്ത് വായിച്ച് പഠിക്കണം. എത്ര അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. യൂണിവേഴ്സിറ്റികളിലേക്ക് ആത്മാവിന്റെ പകർച്ചയുണ്ടായി. അനേക യുവജനങ്ങൾ മാനസാന്തരപ്പെട്ടു, വിശ്വാസത്തിലേക്ക് വന്നു. തങ്ങളെ യൗവനം അവർ കർത്താവായ യേശുവിന് സമർപ്പിച്ചു. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം 3 ലക്ഷം പേരാണ് മാനസാന്തരപ്പെട്ട് തങ്ങളുടെ ജീവിതങ്ങളെ അവർ കർത്താവിനും കർത്താവിന്റെ വചനത്തിനുമായി സമർപ്പിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിനെ കഴിയൂ. ലോകത്തിന്റെ ഒരു ടെക്നോളജിക്കും മനുഷ്യ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുത്താൻ പറ്റില്ല. അത് ഹോളി സ്പിരിറ്റിനെ കഴിയൂ. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. അത് കർത്താവിന്റെ വചനത്തിനെ കഴിയൂ. സഹോദരങ്ങളെ, അനേകം ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ തങ്ങളുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിച്ച് മിഷണറിമാരായി ലോകത്തിന് അനേകം ദിക്കുകളിലേക്ക് അവർ സുവിശേഷ വേലയ്ക്കായി കടന്നുപോയി. റിവൈവൽ ഇതാ സംഭവിക്കുന്നത്. ഇത് നമുക്കറിയാം, കേരള സഭയിൽ ഈ ഉണർവ് അടിച്ചപ്പോൾ എന്തുണ്ടായി? എത്ര ചെറുപ്പക്കാർ ഉണർന്നത്! എന്തുമാത്രം ആത്മീയ യുവജന മുന്നേറ്റങ്ങൾ ഉണ്ടായി! പ്രാർത്ഥന ഗ്രൂപ്പുകൾ, സെൽ ഗ്രൂപ്പുകൾ, എന്തുമാത്രം പരിശുദ്ധാത്മാവിന്റെ നവമായ പ്രവർത്തനം നമ്മൾ കണ്ടവരും അനുഭവിച്ചവരുമല്ലേ സഹോദരങ്ങളെ. വീണ്ടും ആ ഉണർവിന്റെ കാറ്റ് സഭ മുഴുവന്റെ മേലും വീശിയടിക്കുവാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ കരമുയർത്തി 3 പ്രാവശ്യം വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കും. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വിളിക്കും. നമ്മുടെ തലമുറകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്നവർ ഇതിന്റെ ലിങ്ക് നിങ്ങൾ പലർക്ക് അയച്ചു കൊടുക്കണം. ഈ സമയം അവർ അഭിഷേകം പ്രാപിക്കണം, വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെടണം. അത് വലിയൊരു സുവിശേഷ വിലയാണ് സഹോദരങ്ങളെ. ധാരാളം പേര് നിങ്ങൾ ഈ ശുശ്രൂഷകളിൽ കൊണ്ടുവരണം. അത് ആളെ കൂട്ടാനുള്ള പരിപാടിക്കല്ല, വചനം കേട്ട് ശുദ്ധീകരിക്കപ്പെടണം, ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, പ്രാർത്ഥിക്കുവാൻ 10,000 മുന്നോട്ട് വരണം. അത്ഭുതങ്ങൾ 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 പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. സഹകരിക്കുവാൻ നമ്മൾ ഒരുക്കമാണോ? യെസ് പറഞ്ഞ് മുന്നോട്ട് വരുവാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് 100 ഇരട്ടി ശക്തിയോടെ നമുക്ക് വേണ്ടി നമ്മിലൂടെ പ്രവർത്തിക്കും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യ പെന്തക്കോസ്തയിൽ ജെറുസലേം റിവൈവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അവിടെ എന്താ നമ്മൾ സംഭവിച്ചത്? അവിടെ എന്താ നമ്മൾ കാണുന്നത്? സഭാ ചരിത്രത്തിൽ ഏത് ഉണർവിന്റെ ചരിത്രം എടുത്ത് പഠിച്ചാൽ അത് വിശുദ്ധാത്മാക്കളിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ കാലാകാലങ്ങളിൽ തൻ്റെ സഭയ്ക്ക് ധാരാളം ഉണർവുകൾ പരിശുദ്ധാത്മ കൊടുത്തിട്ടുണ്ട്. നവോത്ഥാനത്തിന്റെ അനുഭവങ്ങൾ, നവീകരണത്തിന്റെ അനുഭവങ്ങൾ, സഭയെ എംപവർ ചെയ്യുന്ന അനുഭവങ്ങൾ ഇതുമാത്രം സഭാ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 2:4 വന്നേ വചനം വെളിപ്പെടുത്തുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആദ്യ പെന്തക്കോസ്തിൽ സംഭവിച്ചതാണ്, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഈ 2-ാം അധ്യായം 6-ാമത്തെ വചനം ഉത്സാഹപൂർവ്വം വായിച്ച വചനം, ആരവമുണ്ടായപ്പോൾ, കൊടുങ്കാറ്റിന്റെ ആരവം അത് പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. ഈ ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇനി 14-ാം വചനത്തിലോട്ട് വന്ന് 2:14 അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. പരിശുദ്ധാത്മ ശക്തിയോടെ കർത്താവിന്റെ വചനം പത്രോസ്ലീഗ ഘോഷിക്കുക. ഈ വചന പ്രസംഗം കേട്ടപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപനമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പാർക്ക് ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 2:37 ഒരുമിച്ച് വചനം വായിച്ച്, ഇത് കേട്ടപ്പോൾ ഈ സുവിശേഷ സത്യങ്ങൾ
ദൈവജനം കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി, അവർക്ക് മാനസാന്തരമുണ്ടായി, അനുതാപമുണ്ടായി, അവർ ഹൃദയം കലങ്ങിപ്പോയി. പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും അവർ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? രക്ഷ പ്രാപിക്കാൻ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അനുതാപ ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞ് അവർ പറയാ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ 21 ദിനങ്ങളിൽ തിരുസഭയുടെ ഉണർവിനും നവീകരണത്തിനുമായി നമ്മൾ പ്രാർത്ഥിച്ച് ഉപവസിക്കുമ്പോൾ അത് നേരം കളയാനുള്ളൊരു പ്രോഗ്രാമാണോ? അല്ല സഹോദരങ്ങളെ. എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് ധാരാളം മാനസാന്തരങ്ങൾ നൽകണം. ഇന്ന് കേരള സഭയിൽ ധാരാളം മാനസാന്തരങ്ങൾ ഉണ്ടാകണം. ഒരുപാട് ജീവിതങ്ങളിൽ അനുതാപം ഉണ്ടാകണം. അനേക യുവജനങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടണം. സഭ വളരണം, സഭ ശക്തീകരിക്കപ്പെടണം. ഇതിനു വേണ്ടിയ നമ്മൾ 21 ദിനങ്ങളിൽ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷ നടത്തുന്നത്. സഹോദരങ്ങളെ, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ നീഡ് നമ്മൾ തിരിച്ചറിയണം. അനേകർ മുന്നോട്ട് വാ, നിങ്ങൾ തീരുമാനം അറിയിക്കുക. നമ്പറിലോട്ട്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലോട്ട് ആ പ്രാർത്ഥന ഞാൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം മറ്റൊന്നിനു വേണ്ടിയല്ല, ആയിരങ്ങൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ സമർപ്പണം നടത്തിയാൽ വലിയ അത്ഭുതങ്ങൾ, വലിയ മാറ്റങ്ങൾ, ഉണർവിന്റെ കാറ്റ്, നവീകരണത്തിന്റെ തീ കേരള സഭയിൽ വീണ്ടും ആഞ്ഞടിക്കുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും. നമ്മുടെ സമയത്ത് പരിശുദ്ധാത്മാവ് ചെയ്യും. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, അവർ ഹൃദയം നുറുങ്ങി മാനസാന്തരമുണ്ടായി. അപ്പോസ്തല പ്രവർത്തനം 2:41 വചനം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:41 എന്താ പറയുന്നത്? അവിടെ അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു കൊണ്ടു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. പത്രോസ്ലിയുടെ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ മാനസാന്തരമുണ്ടായി, അനുതാപമുണ്ടായി. വചനം കേട്ടവരൊക്കെ ഇതാ മാമോദിയ സ്വീകരിച്ചു, സഭയോട് ചേർക്കപ്പെട്ടു. എന്തുകൊണ്ട് അവർ മാമോദിയ സ്വീകരിച്ചത്? കർത്താവിന്റെ സഭയിലേക്ക് കടന്നു വന്നത് അവർക്ക് മാനസാന്തരമുണ്ടായി. സഹോദരങ്ങളെ, കേരള സഭയിൽ ധാരാളം മാനസാന്തരങ്ങൾ ഉണ്ടാകുവാൻ ഇരുകരങ്ങൾ ഉയർത്തി തിരുസഭയിൽ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ, പ്രബലപ്പെടുവാൻ കരമുയർത്തി ഒന്നിച്ച് 10,000-ങ്ങളെ നമ്മളൊരു മനസ്സോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, സഭയ്ക്ക് ധാരാളം മാനസാന്തരങ്ങൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ. കുടുംബങ്ങളിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, സമൂഹങ്ങളിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. കരമുയർത്തി വിളിക്കുന്ന ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപബോധത്താൽ ജനം നിറയട്ടെ, നീതിബോധത്താൽ ജനം കരയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വ്യാപനത്താൽ, ആത്മപ്രവർത്തനത്താൽ ആയിരങ്ങൾ മാനസാന്തരത്തിലേക്ക് വരട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരമടിച്ച്, കരമടിച്ച്. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ആത്മാവേ, ജനം കരഞ്ഞിടട്ടെ. ആമേൻ. നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ, പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ആമേൻ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. മാനസാന്തരത്തിന്റെ കൃപ 10,000-ങ്ങളിലേക്ക് ഒഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, ദേശങ്ങളിലേക്ക് ഒഴുകട്ടെ, ലോകരാജ്യങ്ങളിലേക്ക് ഒഴുകട്ടെ. അത് കേരള സഭ മുഴുവനിലും ആഗോള സഭയിലേക്ക് ഒഴുകട്ടെ. 10,000-ങ്ങൾ മാനസാന്തര കൃപ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
സ്തുതിക്കുന്നു 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 പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ. ആമേൻ. ആമേൻ. പത്രോസിലെഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിൽ ഇതാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വചന ഉച്ചത്തിൽ വായിച്ച്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കേണ്ട പരിശുദ്ധ വചനമാണിത്. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ്, ദൈവവചനത്തിന്റെ ശക്തിയാലാണ്. അത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അത് മനുഷ്യന്റെ പ്രവൃത്തി അധ്വാനം മൂലമല്ല, അത് അനശ്വരമായ ദൈവവചനമാകുന്ന ബീജത്തിൽ നിന്നാണ് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ മാനസാന്തരപ്പെട്ടത്, ആത്മാവിൽ രൂപാന്തരപ്പെട്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവാണ് മാനസാന്തരങ്ങൾ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് അനുതാപം തരുന്നത്. ഇന്ന് നമ്മുടെ സഭയ്ക്ക് ആവശ്യം അനേകം മാനസാന്തരങ്ങളാണ്. ആദ്യ റിവൈവലിൽ ഉണ്ടായതുപോലെയുള്ള 10,000-കണക്കിന് മാനസാന്തരങ്ങൾ നമുക്ക് നമ്മുടെ സഭയിൽ സംഭവിക്കണം. അതിനുവേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം. വീണ്ടും നിങ്ങൾ സമരിയായിലോട്ട് വരിക. സമരിയായിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷ വഴി ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇന്ന് ആത്മാവ് നമ്മോട് പറയുന്നത് ഉണർവിന്റെ ഫലങ്ങളിൽ പ്രധാനപ്പെട്ട ഫലം എന്താണ്? ദൈവജനത്തിനുണ്ടാകുന്ന മാനസാന്തരവും അനുതാപവുമാണ്. ജനം മാറ്റപ്പെടും സഹോദരങ്ങളെ. കഠിന ഹൃദയങ്ങളെല്ലാം തുറക്കപ്പെടും. ശുദ്ധീകരണം ഉണ്ടാകും, നവീകരണം ഉണ്ടാകും, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം ഉണ്ടാകും. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ, ദൈവവചനത്തിന് അനന്ത ശക്തി വെളിപ്പെടുമ്പോൾ മനുഷ്യ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു. ആത്മാവേ ആത്മാവേ ആത്മാവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം ഞാൻ വീണ്ടും പറയട്ടെ സഹോദരങ്ങളെ, ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ തീരുമാനങ്ങൾ അറിയിക്കണം, അനേകർ അറിയിക്കണം. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പേര് കർത്താവ്, ആ സംഖ്യ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, അത്രയും പേര് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരണം. വേറെ ഒന്നിനു വേണ്ടിയല്ല സഹോദരൻ, വേറെ ഒരു നിയോഗവും വേറെ ഒരു ഉദ്ദേശവുമില്ല. കർത്താവിൻ്റെ സഭ നവീകരിക്കപ്പെടണം. നമ്മുടെ കേരള സഭ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉണർത്തപ്പെടണം. ഒരു വലിയ റിവൈവലിൻ്റെ കാറ്റ് സഭ മുഴുവനും വീശണം. ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അതിനാവശ്യമായ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ തീരുമാനങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ. വചനത്തോട്ട് വരാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 5-6 വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ച്, ഫിലിപ്പോസ് സമരിയായിലൊരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക. ഇന്നും സഭയ്ക്ക് ഇതാണ് ആവശ്യം. സഭയിൽ വെളിപ്പെടേണ്ട ശുശ്രൂഷ ഇതാണ്. ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മ ശക്തിയോടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടുക, വചനം പ്രഘോഷിക്കപ്പെടുക. ദൈവവചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ ജനലക്ഷങ്ങൾ മാനസാന്തരപ്പെടുന്നു. ലക്ഷങ്ങൾ മാനസാന്തരപ്പെടുന്നു, അനുതാപത്തിലേക്ക് വരുന്നു, ആത്മപകർച്ചയിൽ നിറയപ്പെടുന്നു. ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ 6-ാം വചനം സാക്ഷ്യപ്പെടുത്തുന്നു. 6-ാമത്തെ വചനം, ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. ആ വചനം ഉച്ചത്തിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. വചനം കേട്ടവർക്ക് ഹൃദയനുറുക്കമുണ്ടായി, അനുതാപമുണ്ടായി. അവർ അവിടെ ഇരുന്ന് വിളിച്ചു, യേശുവേ ഞാൻ പാപിയാണ്, കർത്താവേ ഞാൻ പാപിയാണ്. പാപബോധം കൊണ്ട് അവർ നിറഞ്ഞു. അവർ ഹൃദയങ്ങൾ രൂപാന്തരപ്പെട്ടു. തങ്ങളുടെ പാപജീവിതം അവർ വിട്ടുപേക്ഷിച്ചു. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു.
തങ്ങളുടെ ജീവിതത്തെ കർത്താവായ യേശുവിനെ സമർപ്പിച്ചു. ഒരു പുതിയ ഹൃദയം ആയിരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകി. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ഒരു അഭിഷേകം കേരള സഭയിലേക്ക് പകരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരണമേ, ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് പകരണമേ, തലമുറകളിലേക്ക്, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെ കേരളത്തിലേക്ക് കർത്താവേ. അടിക്കടിക്കുണ്ടാകുന്ന കൊലപാതകങ്ങള്, മയക്കമരുന്ന്, കഞ്ചാവ്, MDA, അനേകം ഡ്രഗ്സ് അഡിക്ഷൻ, ലൈംഗിക അരാജകത്വങ്ങള്, പാപമ്ലേച്ഛതകൾ, അതിപ്രസരങ്ങള്, കർത്താവേ ഞങ്ങളെ നാടിനോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ദേശത്തിലേക്ക് കൃപ ഒഴുകട്ടെ. അനേകം മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ ഈ റിവൈവലിന്റെ റിസൾട്ട് എന്തായിരുന്നു? സമരിയായിൽ ആത്മാവിന് ഉണർവ് വെളിപ്പെട്ടു. വചന ഫിലിപ്പോസിന് ശുശ്രൂഷ വഴി. ഇതിലൂടെ ജനത്തിന് എന്താ സംഭവിച്ചേ? അപ്പോസ്തല പ്രവർത്തനം 8:12 നിങ്ങൾ ഒരുമിച്ച് വായിച്ചേ. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ചു. മാനസാന്തരം ഉണ്ടായി, അനുതാപം ഉണ്ടായി, ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവർ സഭയോട് ചേർക്കപ്പെട്ടു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളുടെ പ്രകടമായ ആത്മീയ ഫലം മാനസാന്തരമാണ്, അനുതാപമാണ്, ദൈവജനത്തിനുണ്ടാകുന്ന പരിവർത്തനമാണ്. ജനം സഭയിലോട്ട് വരുന്നു, പാപം ഉപേക്ഷിക്കുന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നു, അവർ വിശുദ്ധീകരിക്കപ്പെടുന്നു, ജീവിതങ്ങൾ കർത്താവിനായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളിലേക്ക് കൃപ ഒഴുകുകയാണ്. ആയിരങ്ങളിലേക്ക് ചില കഠിന ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു. മക്കളെ ഓർത്ത് കണ്ണീരോടെ അവർക്കൊരു മാനസാന്തര കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളെ കണ്ണീര് കണ്ട് അപ്രകാരമുള്ള മക്കളിൽ ആത്മാവിന്റെ അഗ്നി ഇറങ്ങുന്നു. കെട്ടുപൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, തീ പടരട്ടെ, തലമുറകളിലേക്ക് പടരട്ടെ, ദേശങ്ങളിലേക്ക് പടരട്ടെ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് ഞാനൊരു വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് എൻ്റെ ഇടവക പള്ളിയിൽ തന്നെ. ആ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു, ആത്മാവിനെ രൂപാന്തരപ്പെടുത്തി. ഞാനന്നൊരു ടീനേജറാ, ഒരു കൗമാര പ്രായക്കാരൻ്റെ സകല വികൃതിയും കുസൃതിയുമായി നടന്നിരുന്ന കാലം കർത്താവിനെ കണ്ടുമുട്ടുവാൻ സഹായിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വചനം കേട്ടപ്പോൾ, കർത്താവിനെ സ്തുതിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് വന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായത് വലിയ അനുതാപം. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പാപബോധം എനിക്കുണ്ടായി, അനുതാപം ഉണ്ടായി. ഞാൻ ആ ഇടവക ദേവാലയത്തിൽ വെച്ച് എൻ്റെ ജീവിതത്തെ എനിക്ക് അറിയാവുന്നതുപോലെ കർത്താവിനെ സമർപ്പിച്ചു. പിന്നീട് 5 ദിവസം ധ്യാനം കൂടാൻ പാല ഭരണങ്ങാൻ അസീസിൽ പോവുക. അന്നത്തെ ആദ്യത്തെ ക്രിസ്ത്യൻ ധ്യാന. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ, ഈ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള സമയം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ആ ധ്യാനത്തിൽ പങ്കെടുത്തു. 4-ാം ദിവസം ശക്തമായൊരു ദൈവാനുഭവം എനിക്കുണ്ടായി. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ചു. വചനം കേട്ട് കർത്താവിനെ ശുദ്ധീകരിച്ചു, ആത്മാവിൻ്റെ അഭിഷേകം തന്നു. ഞാൻ അന്നൊരു ശബ്ദം കേട്ടു, ഫോർ ജീസസ്, ഓൺലി ഫോർ ജീസസ്. യേശുവിന് വേണ്ടി മാത്രം അതായിരിക്കട്ടെ നിന്റെ ജീവിതം. ഈ വർഷം എത്രയും കർത്താവ് കൃപയോടെ പരിപാലിച്ചു. കുറവുകൾ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ, പല ബലഹീനതകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും കർത്താവിനെ വിട്ടുപോകുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറുവാൻ ഒരു നാളും ഇതുവരെ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. അത് അവൻ്റെ വിശ്വസ്തതയാണ്, അത് കർത്താവ് കാണിക്കുന്ന കരുണയാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. സഹോദരങ്ങളെ, ഇതുപോലെ എത്രയോ കൗമാര പ്രായക്കാരെ പരിശുദ്ധാത്മാവ് മാനസാന്തരപ്പെടുത്തി, എത്രയോ യുവജനങ്ങളെ മാനസാന്തരപ്പെടുത്തി, എത്രയോ കുടുംബസ്ഥരെ മാനസാന്തരപ്പെടുത്തി, എത്രയോ കഠിന പാപികളെ മാനസാന്തരപ്പെടുത്തി. നമ്മുടെ കേരള സഭയെ പരിശുദ്ധാത്മാവ് ആത്മീയ സമ്പന്നതയിലേക്ക് ഉയർത്തി. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു.
ഈ ഒരു ഉണർവിന്റെ കാലം വീണ്ടും വരണ്ടേ? ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരകൾ പരസ്പരം കോർത്ത് പിടിച്ച് പണ്ടത്തെ പോലെ നല്ലൊരു കാലം ഞങ്ങൾക്ക് തരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദ്യ ഉണർവിന്റെ അനുഭവം ലഭിച്ച മക്കളൊക്കെ ആ ഉണർവിന്റെ ആ അനുഭവങ്ങൾ ഒന്ന് ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാ വീണ്ടും സഭയിൽ ഇത് ആവർത്തിക്കണമേ, സഭയിൽ ആവർത്തിക്കണമേ. ഒരു സെക്കൻഡ് റിവൈവൽ, ഒരു പുതിയ പെന്തക്കോസ്ത, ഒരു രണ്ടാം പെന്തക്കോസ്ത സഭയ്ക്ക് നൽകണമേ, സഭയിൽ വെളിപ്പെടുത്തണമേ, സഭയിൽ ആവർത്തിക്കണമേ, തിരുസഭയിൽ ആവർത്തിക്കണമേ. പ്രാർത്ഥിച്ചു പാടുന്നു ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ആമേൻ, ആമേൻ. ഗ്ലോറി. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടും തന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. ആമേൻ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. ഹല്ലേലൂയ. പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹം ഞങ്ങളിൽ വന്നിടുവാൻ. ആമേൻ. പെന്തക്കോസ്ത നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. ഹല്ലേലൂയ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ കരങ്ങൾ ഉയർത്തി അടിച്ച് ആത്മാവിൽ പാടുന്നു. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും നിന്നെ പൂർണ്ണമായി നാഥാ നിൻ സന്നിധിയിൽ. ആഗ്രഹത്തോടെ പണ്ടത്തെ പോലെ നല്ലൊരു കാലം. കൃപൊഴുക്കണമേ, സഭ മുഴുവനിലേക്ക് കൃപൊഴുക്കണമേ, കുടുംബങ്ങളിലേക്ക് കൃപൊഴുകട്ടെ, ദേശങ്ങളിലേക്ക് കൃപൊഴുകട്ടെ. നാഥാ നിൻ സന്നിധിയിൽ. ആത്മാവേ, കരമുയർത്തി ഒറ്റ വിളി യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ. അഭിഷേകം ഒഴുകട്ടെ. സ്തുതിക്കുന്നു. അഭിഷേകം ഒഴുകട്ടെ. സഹോദരങ്ങൾ, ആത്മാവ് നമ്മോട് പറയുന്നു. എന്താണ് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്? റിപ്പന്റ്. നിങ്ങൾ അനുതപിക്കുക. അപ്പോസ്തല പ്രവർത്തനം 38 ജനത്തോട് പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ അനുതപിക്കുവിൻ. റിപ്പന്റ്. നിങ്ങൾ അനുതപിക്കുക. ആത്മാവ് നമ്മോട് പറയാ, അനുതപിക്കുക, മനസ്സാന്തര കൃപയിലോട്ട് വരിക. ലൂക്കായുടെ സുവിശേഷം 13:5 നമ്മുടെ കർത്താവ് പറഞ്ഞു, അല്ല എന്ന് ഞാൻ പറയുന്നു, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഇന്ന് അനേകരുടെ നാശത്തിനും കൊടിയ തകർച്ചയ്ക്കും വലിയ പരാജയത്തിന് കാരണം അനുതാപം നഷ്ടപ്പെട്ടതാണ്. ഹൃദയം കഠിനമായി, അവരറിയുന്നില്ല കൊടിയ നാശത്തിലേക്കാണ് പോകുന്നതെന്ന്. കർത്താവ് പറയാണ്, മക്കളെ അനുതപിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ നശിക്കും. വെളിപാട് പുസ്തകം 9:21 വേദനയോടെ പരിശുദ്ധാത്മാ പറയാ, വെളിപാട് 9:21 തങ്ങളെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെ കുറിച്ച് അവർ അനുതപിച്ചില്ല. വെളിപാട് പുസ്തകം 2:21 വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, അനുതപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെ കുറിച്ച് അനുതപിക്കാൻ കൂട്ടാക്കുന്നില്ല. അനുതപിക്കാൻ ഞാൻ അവർക്ക് അവസരം നൽകി, അനേക അവസരങ്ങൾ നൽകി. എന്നാൽ തങ്ങളുടെ അശുദ്ധ ജീവിതത്തെക്കുറിച്ച്, തങ്ങളുടെ വ്യഭിചാരത്തെക്കുറിച്ച്, മ്ലേച്ഛതകളെക്കുറിച്ച്, ജഡീകതകളെക്കുറിച്ച് അനുതപിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല, അവർ സമ്മതിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ കൃപയിൽ വളരാൻ, നമ്മുടെ സമൂഹങ്ങൾ അഭിഷേകത്തിൽ നിറയാൻ, നമ്മുടെ സഭ മുഴുവനും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകം കവിഞ്ഞൊഴുകുവാൻ നമ്മൾ
അനുതാപഹൃദയത്തോടെ മനമുരുകി മനസ്സാന്തരം സ്വന്തമാക്കണം. വീണ്ടും നമ്മൾ തിരുവചനത്തിലോട്ട് വരിക. അതിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഫെസോസിലെ സഭയിലാണ്. എഫെസോസിലെ സഭയിലോട്ട് ആ ദേശത്തേക്ക് പൗലോസ്ലീഹ കടന്നു ചെല്ലുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:1 വായിക്കാം. അപ്പോളോസ് കൊരിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. പൗലോസ്ലീഹ എഫെസോസിലെത്തുകയാണ്. 19:10 വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. 2 വർഷക്കാലം പൗലോസ്ലീഹ ദൈവത്തിന്റെ വചനം നിരന്തരമായി അവിടുത്തെ ജനത്തോട് പ്രസംഗിച്ചു. തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും, യഹൂദരും ഗ്രീക്കുകാരും, കർത്താവിന്റെ വചനം കേട്ടു. കർത്താവിന്റെ വചനം കേട്ടു. പരിശുദ്ധാത്മ നിറവോടെ ദൈവത്തിന്റെ വചനം, വചനത്തിന്റെ സത്യങ്ങൾ, സത്യത്തിന്റെ വചനം പൗലോസ്ലീഹ പ്രസംഗിച്ചു, പഠിപ്പിച്ചു. അനേകർ വചനം കേട്ടു. ഈ വചനം കേട്ടവരിൽ വലിയ ഉണർവുണ്ടാവുക, റിവൈവൽ ഉണ്ടാവുക, പരിശുദ്ധാത്മ ശക്തിയോടെ പ്രവർത്തിക്കുന്നത് പിന്നീട് കാണാൻ പറ്റും. 19:18 വരുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം അവർക്ക് മാനസാന്തരമുണ്ടായി. ഇതാണ് സഹോദരൻ നമുക്കിന്ന് വേണ്ടത്. ഈ ഒരു അനുതാപത്തിന്റെ ഇത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ്. അവർക്ക് മാനസാന്തരമുണ്ടായി, ഹൃദയം നുറുങ്ങി, അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, അവർ കർത്താവിലേക്ക് തിരിഞ്ഞു. സത്യവചനം പഠിപ്പിക്കുന്നു, അവർ കുറ്റം ഏറ്റുപറഞ്ഞ്, തങ്ങളുടെ ദുർമാതൃകകൾ ഏറ്റുപറഞ്ഞ്, തങ്ങളുടെ പാപജീവിതം വിട്ടുപേക്ഷിച്ച് അവർ കർത്താവിലേക്ക് വരികയാണ്. 19-ാം വചനം എന്താ പഠിപ്പിക്കുന്നത്? ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കരെ. ഇതാണ് റിയൽ കൺവെർഷൻ. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മ മാനസാന്തരത്തിന് കൃപ കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായും ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുകയാണ്. ഒരു റിയൽ ആയിട്ടൊരു ട്രാൻസ്ഫർമേഷൻ. കൊടിയ മന്ത്രവാദികളായിരുന്നവരെ മന്ത്രവാദം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥച്ചുരുളുകൾ, അതിൽ മുഴുവൻ പൈശാചിക സ്വാധീനമാണ്. എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ നമ്മോട് പരിശുദ്ധാത്മ ആവശ്യപ്പെടുന്നില്ല. നമ്മൾ പരിശുദ്ധ ബൈബിൾ വായിക്കുക, ദൈവത്തിന് വചനം വായിക്കുക. ലോകത്തിന് ചപ്പും ചവറും വായിച്ച് അത് ഭക്ഷിച്ച് നീ അശുദ്ധമാകാതെ, നിന്നുള്ള കൃപ നഷ്ടപ്പെട്ടു പോകാതെ, നിന്റെ അഭിഷേകം ചോർന്നു പോകാതെ കർത്താവിന്റെ സത്യവചനം നീ ഭക്ഷിക്കേ, നീ വചനം ഭക്ഷിക്കേ, നീ വചനം വായിക്കേ, നീ വചനം ധ്യാനിക്കേ. ആത്മാവിന്റെ കൃപ നിറഞ്ഞൊഴുകും, നിന്റെ ജീവിതം അത്ഭുതമായിട്ട് മാറും. എൻ്റെ സഹോദര സഹോദരി, ഈ പൈശാചിക സ്വാധീനമുള്ള ഈ സാത്താന്യ ഗ്രന്ഥങ്ങള് എല്ലാവരും കാണുകയെ അവർ അഗ്നിക്കിരയാക്കി. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപ സാഹചര്യങ്ങളെയും പാപബന്ധനത്തിന്റെ എല്ലാ ബോണ്ടുകളെയും അവർ വിച്ഛേദിക്കുക, അവർ മുറിച്ചു കളയുകയാണ്. ഒരു വ്യക്തിക്ക് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ഉണർവിലേക്ക് നയിക്കുമ്പോൾ, നവീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അനുതാപം മാത്രമല്ല, തന്നെ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ അദ്ദേഹം ഉപേക്ഷിക്കുന്നു. ആ വ്യക്തി ഉപേക്ഷിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് അശുദ്ധി കടന്നു വരുന്ന, പാപബന്ധനങ്ങൾ കടന്നു വരുന്ന, പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വരുന്ന എല്ലാ റിലേഷൻഷിപ്പും അദ്ദേഹം കട്ട് ചെയ്യുന്നു. വേദനയുണ്ടെന്നേ, അവിടെയാ കൃപ വരുന്നത്, അവിടെ അഭിഷേകം വരുന്നത്. എല്ലാം ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് നിന്നെ നിത്യനാശത്തിലെത്തിക്കും. കർത്താവിന്റെ സത്യവചനം നമുക്ക് തരുന്ന വെളിപാട്, നമുക്ക് തരുന്ന ആലോചന എന്താ? ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കണം, ചില കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം, ചില അശുദ്ധമായ ദുർനടപ്പുകൾ ഉപേക്ഷിക്കണം. പരിശുദ്ധാത്മാവിന് വേദന വരുന്ന റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കണം. അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുന്ന പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ലോകത്തിന് ചവറുകൾ വായിച്ച് നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധ വചനം വായിക്കുക,
നീ വചനം വായിക്ക്, വചനം ഭക്ഷിക്ക്, വചനം ഭക്ഷിക്ക്, വചനം ഭക്ഷിച്ച് ഭക്ഷിച്ച് നീ വചനത്തിന്റെ ഫയറാക്. സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ, ആയിരങ്ങൾ ഉണർത്തണമേ, അവരെ റിവൈവ് ചെയ്യണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സഭ മുഴുവന്റെ മേലും ഉണർവിന്റെ കാറ്റായി റൂഹ വ്യാപരിക്കണം. കുടുംബങ്ങളിലേക്ക് അത് വ്യാപരിക്കണം. യെസ്, വിശ്വസിക്കുക സഹോദരങ്ങളെ, പരിശുദ്ധാത്മ വിശ്വസ്തനായ ദൈവമാണ്. അവർ ദുർനടപടികൾ ഏറ്റുപറഞ്ഞു, മാനസാന്തരമുണ്ടായി, തങ്ങളുടെ ജീവിതങ്ങൾ അവർ യേശുവിനായി സമർപ്പിച്ചു. ഇതല്ലേ, ഇതാണ് റിയൽ മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്ന ഒരു വൈകാരിക അനുഭൂതിയല്ല, അത് നമ്മുടെ ജീവിതത്തിന് വരുന്ന ഒരു രൂപാന്തരീകരമാണ്. ക്രിസ്തുവിലായിരിക്കും പുതിയ സൃഷ്ടിയാകുന്നു. അതൊരു ന്യൂ ക്രിയേഷൻ എക്സ്പീരിയൻസ് ആണ്. സഹോദരങ്ങളെ, നമ്മളിത് പ്രാപിക്കണം. നമ്മുടെ സഭയ്ക്ക് ഇത് വളരെ ആവശ്യമാണ്. കേരള സഭയിൽ മാനസാന്തരത്തിന്റെ കൃപയുള്ള അനേകം വൈദികർ എഴുന്നേൽക്കണം. മാനസാന്തരത്തിന്റെ കൃപയുള്ള അനേകം സമർപ്പിത സന്യസ്തർ ഉണരണം. മാനസാന്തരം ബേസിക് കൺവെർഷൻ സംഭവിച്ച അനേകം ആത്മായ പ്രേക്ഷിതർ സഭയിൽ ഉണരണം. ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. ഈ 21 ദിവസത്തെ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയിലൂടെ ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഈ മനസ്സറിഞ്ഞ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരണം. ഉപേക്ഷ കാണിക്കരുത്, അലസരാകരുത്, ശുഷ്കാന്തിയില്ലാത്തവരാകരുത്, അശ്രദ്ധയും അലസതയും നമ്മൾ കാണിക്കരുത്. ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്, ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്. യെസ് പറയാൻ തീരുമാനമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? എത്ര പേര് ഈ വചനം കേൾക്കുന്നു? അവർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. യെസ് ലോർഡ്, യെസ് ലോർഡ്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. 20-ാമത്തെ വചനം 19-20 എന്താ വചനം പറയുന്നത്? അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഇതാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. വചനം വിപുലമായി പ്രചരിക്കുന്നു, വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു. സഹോദരങ്ങളെ, ഈ കൃപ സ്വീകരിക്കാം.